നാട്ടിലെ ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂട്. എന്നെ സാധാരണ ഇത്രയും ചൂടെടുക്കാറില്ല കേട്ടോ. ചൂടെന്ന് വെച്ചാൽ വിയർത്തിങ്ങനെ ഒഴുകാറില്ലായിരുന്നു. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബോഡിയൊക്കെ ഓവർ ഹീറ്റ് ആകുന്നു, സഹിക്കാൻ വയ്യെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ചൂടിന് എനിക്ക് സഹിക്കാൻ വയ്യ. കണ്ടില്ലേ ഒഴുകുന്നേ, നമുക്ക് തുള്ളി തുള്ളിയായിട്ട് വീഴുവാണ് ചൂട്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ച് നേരം അടുക്കള ജോലി ചെയ്യും, പിന്നെ കുറച്ച് നേരം ഫാനിൻ്റെ കീഴിലിരിക്കും, വീണ്ടും വന്ന് ചെയ്യും. അതുകൊണ്ട് സമയം ഒത്തിരി പോകുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടേ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ജോലികൾ. കുറച്ച് നേരം ഇരിക്കും. എൻ്റെ മാത്രം അവസ്ഥയല്ല, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് AC ഹാളിൽ പോയിരുന്നിട്ടും ഞാൻ വീശുമായിരുന്നു. വലിയ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് റെക്കോർഡ് ചെയ്യുന്ന മൊബൈലിൻ്റെ ബാറ്ററി തീർന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. ബാറ്ററി ഇല്ലെന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ കട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം ഒരു ടോപ്പിക് ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. കഴിഞ്ഞ ദിവസേ ഞാൻ മുരിങ്ങയിലയൊക്കെ പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? അന്നേരമാണ് ഓമനി ആന്റി എനിക്കൊരു മെസ്സേജ് ഇട്ടത്. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും മുരിങ്ങയിലയും ക്യാരറ്റും ഒക്കെ കൊണ്ടുള്ളതായിരുന്നു. അന്നേരമാണ് ഞാൻ ഓർത്തത്, ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ബോംബെയിലായിരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെ രാത്രിയിലോ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ടുകളായിരുന്നു കേട്ടോ. നാട്ടിൽ വന്നേ പിന്നെ അതൊന്നും ചെയ്യുന്നില്ല. എന്താ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന കണക്ക് ബോംബെയിലായിരുന്ന സമയത്ത് വിചാരിക്കും, നാട്ടിൽ പോകുമ്പം മുരിങ്ങയില ഉണ്ടെങ്കിൽ എല്ലാത്തിലും മുരിങ്ങയില ഇടണം. അന്നൊക്കെ പല വീഡിയോകളിൽ ഈ പൊന്നാങ്കണ്ണി ചീരയൊക്കെ കാണുമ്പോ തൈ ഉണ്ടായിരുന്നേ, ഒരു തണ്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നും എന്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയേനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്, നമ്മുടെ കയ്യിൽ ഒരു സാധനം അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വാല്യൂ ഇല്ല. അവിടെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കും, അയ്യോ നാട്ടിൽ പോകുമ്പോൾ ചെമ്പരത്തിയില ഉണ്ടെങ്കിൽ കണ്ടാലും ഉണക്കി വെക്കണം, എന്നിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്യണം. എന്താണ്ട് ഇതും അതുപോലെയാണ്. ചായമൻസ അഞ്ജലി വീട്ടിൽ പോയിട്ട് വരുമ്പോ എന്നും തോരൻ വെക്കാനായിട്ട് കൊണ്ടുവരുമായിരുന്നേ. ഞാൻ വീട്ടിലും പറയുന്നത്, നിങ്ങൾക്ക് ഇത് തോരൻ വെച്ചൂടെ, എന്തിനാ ഇങ്ങനെ കളയുന്നതെന്ന്. ഇപ്പൊ ദേ 2 മരം നിറച്ച് ചായമൻസ് നിൽക്കുവാണ്. തോരനും വെക്കുന്നില്ല, ഒന്നുമില്ല. വെക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ഇതൊക്കെ അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാൻ സമയം വേണം കേട്ടോ. അതും ഒരു വസ്തുതയാണ്. ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ചതാണ്. വഴുതന 2 ടൈപ്പ് ഉണ്ട്, വേങ്ങേരി വഴുതന, പച്ച വഴുതന, ഉണ്ടമുളക്, പനിക്കൂർക്ക ഒരു പണ്ട് എത്ര വെച്ചിട്ടും പിടിക്കുന്നില്ല. ഏതായാലും ഇപ്പൊ ഇഷ്ടം പോലെ പനിക്കൂർക്കയുണ്ട്. ഞാൻ പുതിനയിലയിലും സ്വയം പര്യാപ്തയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ക്രമേണ കാണിക്കാം വീഡിയോ. ഇത് പൊന്നാങ്കണ്ണി ചീര പറമ്പിലൊക്കെ ഉണ്ട് ഇപ്പൊ ഇഷ്ടം പോലെ പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഞാനിത് പിടിപ്പിച്ചതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുറച്ച് പറിച്ചെടുത്തതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ ഇല്ല. ഇല്ലാത്തപ്പോ വിചാരിക്കും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തോരൻ വെക്കായിരുന്നു, കറി വെക്കായിരുന്നു, താലി കറിക്കകത്ത് ഇടായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ഇതിപ്പം ഉണക്ക് തുടങ്ങിയ പിന്നെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എപ്പോഴും വെള്ളം വീഴുന്നത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ദാണ്ട തൊട്ടപ്പുറത്തെ ആ ബോക്സിനകത്ത് ചീര പാകിയിരിക്കുന്നതാണ്, ചുമന്ന ചീര. അത് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് മാറ്റി നടണം. ഓരോന്നിലും തൈയായി വരുന്നുണ്ട്. കുറെയൊക്കെ കൈ കിട്ടുന്നതൊക്കെ ഇപ്പൊ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. സ്ഥല സൗകര്യം അനുസരിച്ച് എന്തൊക്കെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത്രയാവുമല്ലോ. അപ്പൊ ഇത്ര ഇല ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിന്റെ തളിരിലയാണ് എടുക്കേണ്ടത്. മുറ്റിയ ഇല നമുക്ക് പറ്റില്ല, അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി എടുക്കായിരുന്നു, എങ്കിലും ഞാൻ ഇത്രയേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ക്യാരറ്റ്, ഇതിനകത്ത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര വേണോ അത്രയും ഇടാം. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിടണം. അരിയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെ മിക്സിയിലൊന്ന് ചോപ്പ് ചെയ്ത് വേണേലും ഇടാം. ക്യാബേജ് ഉണ്ടെങ്കിൽ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള, അതിനകത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. അപ്പൊ മുട്ടയ്ക്കകത്ത് പൊരിച്ചെടുക്കുന്നത് പോലെ പൊരിച്ചെടുക്കാനാണ്. അതിനകത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് നമുക്ക് ഇടാൻ പറ്റുമോ അതൊക്കെ ഇടാം. എൻ്റെ ക്യാരറ്റേ ഉള്ളായിരുന്നു, പിന്നെ ഞാൻ സവാളയും എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ച് എത്ര വേണോ അത്ര എടുക്കാം. ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി 4 മുട്ട എടുത്തിട്ടുണ്ട്. സവാള ഉള്ളിയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്, അതിട്ട് അങ്ങോട്ടിട്ടു. അതുപോലെ തന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ടു, പിന്നെ പച്ചമുളകും
സോറി, ഇത് നമ്മുടെ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി. ഞാൻ മുരിങ്ങയില അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇട്ടിരിക്കുന്നത് പച്ചമുളകും നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഉണ്ടല്ലോ അതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും, ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ വിസ്കും കൊണ്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് ഇളകി കിട്ടും കേട്ടോ. അത് നമ്മുടെ ദോശ ഉണ്ടാക്കാൻ, ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോഴും ഇത് വെച്ച് ഇളക്കിയാൽ നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളകി കിട്ടും. അതിനുശേഷം ഇതിനകത്ത് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് ആണ്, സെറാമിക് നോൺ സ്റ്റിക്ക് പാൻ ആണ്. എങ്കിലും ഞാൻ ഇത്തിരി ഒന്ന് ഒഴിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് അത് ഒഴിച്ച ശേഷം അടച്ചു വെക്കുക. ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം നമ്മുടെ ഇലയൊക്കെ ഒന്ന് വേവണമല്ലോ. അപ്പൊ ഞാനിത് വീഡിയോ എടുക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചിടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു 2 3 ഒക്കെ ആയിട്ട് നെടുകെ മുറിച്ചിട്ട് ഓരോ പീസ് മുറിച്ചിടത്തേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ വീഡിയോയ്ക്ക് ഒരു ഇത് വേണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ മറിച്ചിട്ടത്. ആദ്യം വിചാരിച്ചു 8ന്റെ പണി കിട്ടിയെന്ന ഒരു വിധത്തില് പ്ലേറ്റ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ചെയ്തിട്ടേ ഇല്ല കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതിപ്പം പ്ലേറ്റും പൊട്ടിപ്പോകും, എന്റെ മുട്ടയും കരിഞ്ഞു പോകും എന്നൊക്കെ വിചാരിച്ച് ഏതായാലും ഒരു വിധത്തില് പ്ലേറ്റ് എടുത്ത് മാറ്റാൻ പറ്റി കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക, അബദ്ധം ഒന്നും ചെയ്യാതെ. അപ്പം അത് കഴിഞ്ഞിട്ടും ചെറു തീയിലാണ് ഇട്ടത്. ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 പേർക്കും ഉള്ളത് ഞാൻ ഡിവൈഡ് ചെയ്തു. ജോസാനുള്ളത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി, എനിക്കുള്ളത് മറ്റേത്. ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഇതിനകത്ത് ഓട്സ് ഒക്കെ ഇട്ട് ചെയ്യുമായിരുന്നു. കൈ കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഓട്സ് ഒക്കെ ഇട്ട് ഇതുപോലെ പൊരിച്ച് കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജോസൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു ബിസിനസ് തുടങ്ങിയ പിന്നെ ഒന്നുമില്ല, ഒരു പരീക്ഷണങ്ങളോ ഒന്നും നടത്തുന്നില്ല എന്ന്. നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ, ഉച്ച വരെ നമുക്ക് വിശക്കത്തേ ഇല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ പുറത്തു പോയി പല കാര്യങ്ങളും ചെയ്യുന്നതിനെ കുറിച്ച്. ഞങ്ങള് ബിസിനസ് ആവശ്യത്തിനായിട്ട്, നമ്മുടെ അച്ചാറിന്റെ ആവശ്യത്തിനായിട്ട് വെളുത്തുള്ളി ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ചെന്ന് നോക്കിയപ്പോ ഇതളുകളായിട്ടുള്ള അല്ലികളെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നു. അപ്പോ അത് എളുപ്പമാണല്ലോ എന്ന് ചിന്തിച്ചാൽ ഞാൻ അതൊന്ന് നോക്കി. പക്ഷെ പിന്നീടാണ് ചിന്തിച്ചത്, അത് ഇട്ടിരിക്കാൻ പറ്റില്ല, പെട്ടെന്നുള്ള ആവശ്യത്തിനേ കൊള്ളത്തുള്ളൂ. എനിക്ക് ഒരു ചാക്ക് ഉള്ളി എന്ന് പറയുന്നത് ഇവിടെ ബിസിനസ്സിൽ ഡിപ്പെൻഡ് ആണ്. ബിസിനസ് നന്നായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ചാക്ക് പെട്ടെന്ന് തീരും. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാള് വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഉള്ളിയാണ് എടുക്കുന്നത്. ഏത് ടൈപ്പിലുള്ള ഉള്ളിയും കിട്ടും. തീരെ കുറഞ്ഞ വിലക്കുള്ളതും കിട്ടും, കൂടിയ വിലക്കുള്ളതും കിട്ടും. ഞാൻ ഉള്ളതിൽ ഏറ്റവും കൂടിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ക്വാളിറ്റി കൂടിയത്. കാരണം നമുക്ക് കുറെ നാൾ വെച്ചിരിക്കേണ്ടതാണ്. അത് നശിച്ചു പോകാനും പാടില്ല, പൊളിക്കാനും. നമ്മളിപ്പോ പുറത്തും കൊടുത്ത് പൊളിപ്പിക്കുന്നുണ്ടല്ലോ, ഇപ്പം അത് ബുദ്ധിമുട്ടാവും. ചെറുതായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പൊളിക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഉണക്ക ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോന്നും ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഇത് പുനലൂർന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ കൊണ്ടു തരുമായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് എടുത്തപ്പോ എനിക്ക് ഒരു അബദ്ധം പറ്റിയത് ഞാൻ അവർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു, നല്ലത് തരണേ, കാരണം നാളുകളോളം വെച്ചിരിക്കേണ്ടതാണ്, അത് കേടായി പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരു കുഴപ്പവും വരത്തില്ലെന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷെ പകുതിക്ക് പകുതി എനിക്ക് നഷ്ടം വന്നുപോയി. അത് പച്ച ഉള്ളിയായിരുന്നു. അപ്പൊ ഞാൻ അത് ഇവിടെ പറഞ്ഞ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോ എനിക്ക് നഷ്ടം വന്നപ്പോ ഈ പുള്ളിക്കാരൻ പറഞ്ഞത്, അത് ആ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉള്ളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പച്ച ഉള്ളിയാണ്, അധികം വിളയാത്തതാണ്, അതുകൊണ്ട് അത് ഇരിക്കത്തില്ല. അതുകൊണ്ട് ഇവരും നവംബർ ഡിസംബർ മാസങ്ങളിൽ അധികം സ്റ്റോക്ക് എടുക്കാറില്ലെന്ന്. അപ്പൊ അങ്ങനെ സംഭവിച്ചതാകാനും ചാൻസ് ഉണ്ട്. എനിക്ക് പകുതിക്ക് പകുതി നഷ്ടമായി പോയി. ഇരുന്നിരുന്നത് ചുക്കി ചുളുങ്ങി, ഒരു എന്താണ്, ഒളിച്ചു കഴിഞ്ഞാലും ഒരു ഗുമ്മില്ലത്, ഒരുമാതിരി ചുണുങ്ങി ചുണുങ്ങി ഇരിക്കുന്ന ഉള്ളിയായി പോയി. അപ്പൊ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ബിസിനസ്സിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്താണ് പഠിക്കുന്നത്. അപ്പൊ ഉള്ളി എടുത്തു അമ്മ. അങ്ങനെ നല്ല വ്യൂ ആണ് കേട്ടോ, സൂര്യൻ അസ്തമിക്കുന്നത്. ഞങ്ങൾ ഇവരുടെ അന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അടയ്ക്കല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും ഉള്ളി എടുത്തു. കിലോ ബസാർ വേണ്ട, ഇത് ആപ്പാടെ ചാർജ് ഇല്ല, ഇതിനകത്തും കുറവാ. ഇതിനകത്ത് കുത്തിയിട്ടിട്ടും കാര്യമില്ല, ഭയങ്കര സ്ലോ. അയ്യോ, ഇതിനകത്ത് എന്റെ ഡ്രസ്സിന്റെ കളർ നല്ല ഭംഗിയുണ്ട്. ഒറിജിനൽ കളർ അല്ലല്ലോ അറിയുന്നത്, ഇനി എഡിറ്റ് ചെയ്യുമ്പോ അറിയാം ഏത് കളറാ വരുന്നത്. അതെ, അറിയത്തുള്ളല്ലോ. ഞാൻ ആക്കിയതൊന്നുമല്ല, അയ്യോ അയ്യോ എന്ന് പറഞ്ഞില്ലയോ, നല്ല കളറാന്ന്. എനിക്കത് വീഡിയോ കണ്ടിട്ട് നല്ല കളറായിട്ട് തോന്നി. നല്ല കളറാടി. ഇത് കുഴപ്പം
അതാണ് നമ്മള് നേരത്തെ കേട്ടത്. ഞാനോ എഡിറ്റ് ചെയ്യുമ്പോ അറിയാമേ ഇനിയും കളർ എങ്ങനെ ഉണ്ടെന്ന്. ഒറിജിനൽ കളർ ദൂരം വാങ്ങിയാ നിൽക്കുന്നേ ചാമ്പ പനിച്ചല്ല. സെഫിന്റെ ഒരു ഭാഗ്യമേ, നമ്മുടെ ഉള്ളി ഫാക്ടറി എല്ലാം കണ്ട്. ഞാനേ വീഡിയോ എടുത്തപ്പോ ക്യാമറയിൽ കൂടി നോക്കിയപ്പോ നല്ല കളർ തോന്നിയ ഡ്രസ്സിന്റെ. പക്ഷെ എഡിറ്റ് ചെയ്തപ്പോ സെയിം കളറാണ് കേട്ടോ. പുറം എങ്ങനെയാണോ ഒറിജിനലായിട്ട് കാണുന്നത് അതേ കളറിലാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോ ഇതിനേക്കാളും നല്ല കളർ തോന്നി. ഞാൻ വിചാരിച്ചു ദൈവമേ ഇത്രയും കളറുണ്ടോ ഈ ഡ്രസ്സിന്, അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിനുശേഷം ഞങ്ങൾ പുനലൂർ കിലോ ബസാർ എന്നൊരു കടയുണ്ട്, അവിടാണ് പോയത്. ദിവസം ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടതാണ് കേട്ടോ. നമുക്ക് മേളിലത്തെ ആവശ്യത്തിന് ബാത്റൂമിലേക്ക് സാനിറ്ററി ഐറ്റംസ് ഒക്കെ വേണമല്ലോ. പുനലൂർ തൂക്കുപാലത്തിന്റെ ആ റോഡ് ഉണ്ടല്ലോ, അവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അവിടെയാണ് ആ ഷോപ്പ്. ജോസാൻ ഫേസ്ബുക്കിൽ അവരുടെ അഡ്വർടൈസ്മെന്റ് കണ്ട് അങ്ങനെ പോയതാണ്. കുറെ കടകളിൽ പലയിടത്തും പല സാധനങ്ങളുടെയും റേറ്റ് ഒക്കെ തിരക്കി. അപ്പോൾ അത്യാവശ്യം ഇത്തിരി ലാഭവും എന്നാൽ ക്വാളിറ്റിയും വേണം, അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ കിലോ ബസാറിൽ പുനലൂര് അവിടെ എത്തി. രാത്രിയാണ് കേട്ടോ. കാണിച്ചില്ല ഇവിടെ രണ്ടിതാണെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ 9 ചെയ്ത് കൊടുക്കും, 12 ചെയ്ത് കൊടുക്കും. ആണോ? അല്ലാതെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാം അത്രയും സൈസുള്ളൂ. ഇതിനെത്ര? 6 അതിനേക്കാളും ക്വാളിറ്റി വരുന്നുണ്ട്. ഇവിടെ സ്ലോ ആയിട്ട് ഇടയാന്നുള്ള സ്ലോ ആയിട്ട് ഇടയത്തില്ല, അറിയപ്പെടുക സെൻറ്ററിലാണ് ഹോളം വരുന്നത്. പിന്നെ ഇതിന് വെള്ളം പോകുമ്പോൾ ഇന്ന് ഫുള്ള് കോളിട്ടേക്കുക ഈ സൈഡിലല്ല. അപ്പോൾ ഫുൾ സപ്ലൈ താഴെ വെച്ചിട്ടുണ്ട്. മറ്റേ 9 ഇല്ലല്ലോ 300 mm വെക്കുന്നത് ഏതാ? ഇത് ഇതേ ഉള്ളു വെക്കാൻ പറ്റുന്നത്. അതിന്റെ അല്ല ജോസൻ പറയട്ടാ. അല്ല നീ സൈസ് നോക്കാം എന്നിട്ട് നമുക്ക് പറയാം. അല്ല നമ്മുടെ താഴെയുള്ള രണ്ടും സെയിം ആണോ? ഇല്ലയോ? ആ സെയിം ആണോ ഇത്? അതിനെക്കാട്ടി ഇച്ചിരി ഹെവി ആയിരിക്കും, സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇത് പ്രീമിയം ആണ്. അതെനിക്ക് മനസ്സിലായി സർ. സെറാമിക് ഡോറ വരുന്നത്, അതിനൊക്കെയുള്ള ക്വാളിറ്റി വരുന്നുണ്ട്. സ്ലോ ക്ലോസിങ് കിട്ടിയുമ്പോൾ സ്ലോ ക്ലോസിങ് ആയിട്ടാണ് പറയുന്നത്. കാണുമ്പോഴും ലുക്കുണ്ട്. സ്ലോ ക്ലോസിങ് അവിടെ ഇരിക്കുന്ന അവിടെ ലുക്കുണ്ട്. ഹീറോടെക്കിന്റെ ബ്രാൻഡിങ് ഉണ്ട്. അത് ഇതും 10 വർഷമാണോ? 10 വർഷം കറണ്ട് 2 വർഷം ബസ് സർവീസ് ഉണ്ട്. കാരണം അതിന്റെ അകത്ത് വരുന്ന ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ. ഒന്ന് ആക്കിയാൽ മതി. ഇതന്നെ എടുക്കാം. എന്താ അപ്പൊ ഇത് സെലക്ട് ചെയ്തോ. വേണ്ട, നമുക്ക് ആ 4 അതെല്ലാം കൂടെ ആണ് 400. ഓക്കെ, അപ്പൊ പില്ലർ കോക്ക് വേറെ മേടിക്കണം. ഞാൻ കത്തെ പില്ലർ കോക്കും വേണം, എന്റെ വേസ്റ്റ് കിലോ ബസാറി. ഞങ്ങളിപ്പോ ലെഫ്റ്റിലാണ്. ഞങ്ങളും പോയി കിലോ ബസാറി. കിലോ ബസാറാണ്. കിലോ തൂക്കി കയറ്റുമെങ്കിൽ ഒന്ന് കയറണം എനിക്ക്. പകലിറങ്ങാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഈ രാത്രിയിൽ ഇറങ്ങുന്നത്. കാരണം വീട്ടിൽ പണികളും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പണികൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെ വിളിച്ച് കട എത്ര മണി വരെ ഉണ്ടെന്നൊക്കെ തിരക്കിയ ശേഷം ആണ് ഓരോ സ്ഥലത്തും പോകുന്നത്. എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. അത്യാവശ്യം കുറെ സാധനങ്ങളുണ്ട്, വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് എടുത്തു. പല കടകൾ കയറി ഇറങ്ങാൻ സമയവും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഒരിടത്തുനിന്ന് തന്നെ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുനലൂർ വന്നു, സാധനം എടുത്തിട്ട് ഇനി വിശക്കുന്നു. ഇതിൽ കഴിക്കണം പോകണം. സെവിനാണെങ്കിൽ അവിടുന്ന് വന്നപ്പോൾ തൊട്ടേ കോഴി കുഞ്ഞുവാനേന്നും പറഞ്ഞോ വന്നേ. കണ്ടേ, അതൊന്നും എടുത്തേ മൊത്തം ഇലഞ്ഞി പൂത്ത് കിടക്കുന്നു. നോക്കിക്ക്, ഇതിനെയാണ് ഇലഞ്ഞി എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഇലഞ്ഞി പൂത്ത് കിടക്കുക, നല്ല മണവുമാണ്. അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാത്രി 8:30.
ഇടയ്ക്ക് വെച്ചൊരു അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് റോഡിൽ കുറേ നേരം കിടക്കേണ്ടി വന്നു ട്രാഫിക്കായിട്ട്. വിശന്നിട്ട് എനിക്ക് സെഫിനും കണ്ണ് കാണാൻ വയ്യ. യോസാന് കണ്ണ് കാണാൻ തോന്നുന്നു, വണ്ടി ഓടിക്കുന്നുണ്ട്. സെഫിൻ പുറകിൽ ഒതുങ്ങി ഇരിപ്പുണ്ട്, വണ്ടി നിറച്ച് സാധനം. സെഫിന് ഇനി ഇച്ചിരി സ്ഥലം മതി, അത്രയ്ക്ക് ഹെവി സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. എഴുത്താണി യവൻ വന്നിട്ടുണ്ടോ സെഫീൻ? നമ്മളിവിടെ വന്നിട്ടില്ല. ഇല്ല. അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞങ്ങള് പുനലൂര് തന്നെ കൈമാസമുണ്ട്, അവിടെ കയറാമെന്ന് വിചാരിച്ചപ്പോ അവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത് അടിയിലോട്ടാണ്. അപ്പൊ കാറ് നിറച്ച് സാധനം ഉള്ളത് കൊണ്ട് ബാലൻസ് കിട്ടത്തില്ല. അവിടുന്ന് കയറി വരുമ്പോ ബുദ്ധിമുട്ടാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ എഴുത്താണി കയറാന്ന് പറഞ്ഞ്, കൊട്ടാരക്കര എഴുത്താണി കയറാന്ന് പറഞ്ഞാണ് പോയത്. അപ്പൊ വെറുതെ നെറ്റിലൊന്ന് നോക്കിയപ്പോ കൈമാസ് ഓപ്പൺ ആണെന്ന് കണ്ടു. അതുകൊണ്ട് പിന്നെ അവിടെ വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാന്ന് വെച്ചു. അന്നത്തെ ആ ആപത്തം ഞാൻ മറക്കത്തില്ല. കഴിഞ്ഞ ദിവസം കഴിക്കാൻ പോയതിട്ടില്ലായിരുന്നു ഞാൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തുവായിരുന്നു അൽഫാം എന്ന് പറഞ്ഞിട്ട് അൽഫാമും പൊറോട്ടയും കൊണ്ട് വെച്ചപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ റൈസ് എവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് റൈസില്ല, ചിക്കൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് മൊത്തം കൺഫേം ചെയ്തപ്പോൾ ദിവസം കളിയാക്കുവാണ്, ഒടുക്കത്തെ കൺഫേം ആയി പോയെന്നും പറയും. ഈ ഓക്സിജൻ എത്ര മണി വരെ ഉണ്ട്? അങ്ങനെ ഞങ്ങൾ വീണ്ടും കൈമാസിൽ നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് 2-3 പേര് ഞാൻ കൈമാസിലെ ഫുഡിനെ പറ്റി പറഞ്ഞപ്പോൾ ദൂരേന്ന് വന്നായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കൊട്ടാരക്കായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വന്നവർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ 1 മാസം കട അടവായിരുന്നു പെരുന്നാളിൻ്റെ. അത് കഴിഞ്ഞ് ഉടനെ സിലിണ്ടറും ടിഷ്യൂ അങ്ങനെ അടച്ചു. ഇന്നാണ് ഓപ്പൺ ആയത്. ആക്ച്വലി ഞങ്ങൾ വന്ന സമയം കറക്റ്റാണ്, ഇന്നാണ് ഇത് ഓപ്പൺ ആയത്. അവന് ഇപ്പോൾ ഒരു ആനെ പിടിച്ചു തിന്നാനുള്ള വിശപ്പുണ്ട്. ഇപ്പം തുടങ്ങിയതാ, 6 മണി തൊട്ട് തുടങ്ങിയതാ വിശക്കുന്നത്. ഇത് കിട്ടേണ്ട താമസം. ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം, ഇവർക്ക് എന്നും പുറത്തുനിന്ന് കഴിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, ഇപ്പൊ എല്ലാം പുറത്തുനിന്നുള്ള കഴിക്കുന്നതാണല്ലോ, ഫുഡ് ബ്ലോഗൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് നിൽക്കുന്ന നിപ്പിലായിരിക്കും ചില സമയത്ത് പുറത്തു പോകാന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ വീട്ടിൽ ഒന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നാൽ അത്രയും ഇതാവും. അങ്ങനെയാണ് കേട്ടോ. ഇത് ഒരു ദിവസത്തെ അല്ലല്ലോ, ചിലപ്പോൾ ആഴ്ച ഒരിക്കലുള്ളതായിരിക്കാം, 2 ആഴ്ച കൂടുമ്പോഴായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ പണി നടക്കുന്നുണ്ട്, അതനുസരിച്ച് പല കാര്യങ്ങളാണ്. ചിലപ്പം വീട്ടിൽ വെക്കാൻ സമയം കിട്ടിയെന്നും വരത്തില്ല. എല്ലാം നടക്കണമല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓ, പുനലൂന്ന് കൊണ്ടുവന്ന സാധനങ്ങള് ദൈവമേ, ആ ക്ലോസറ്റ് എടുത്ത് വെക്കാൻ പെട്ട പാട്, അന്യായ വെയിറ്റ് ആയിരുന്നു. ഞാനും ജോസാനൂടെ രാത്രി ഒരു വിധത്തിലാണ് അത് കാറിനകത്തുനിന്ന് ഇറക്കി ഒന്ന് പുറത്തോട്ട് വെച്ചത്. അപ്പൊ വാഷ് ബേസിൻ താഴെ ഇരിക്കുന്ന ഇത് മേളിലത്തെ ബാത്റൂമിൽ വെച്ചിട്ട് ഇവിടെ ഇപ്പം പുതിയത് മേടിച്ചത്, ആ ചെറുതുണ്ടല്ലോ ഒതുങ്ങിയിരിക്കുന്നത്, അത് അവിടെ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ കൂരണം അതിനകത്തുള്ള വാഷർ കിട്ടി, അത് സൂക്ഷിച്ചു. ഡബിൾ വാഷറാണ് അത് ഈ 2 എണ്ണമൊക്കെ ഉണ്ട്. ഇത് പൊക്കണം. അല്ല, അങ്ങനെ പോകത്തില്ല. ഇതിന്റെ വലിയ പ്ലെയർ, ഇതിന്റെ വലുത്. ഇത് എത്ര? ഇത് 13 14 എടുത്തുണ്ട്. 15-16 ഇതിന്റെ തൊട്ട് മേലുണ്ട്. പുതിയ വാഷ് ബേസ് വെക്കുന്ന പരിപാടിയില്ല. ഒരാടെ എക്സാം കഴിഞ്ഞു, രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴേ ഇനി വരും. ജോസൻ ഇവിടെയൊക്കെ പോകുന്നു, അവിടെ എല്ലാം കൂടെ കാണും. പുറത്തോട്ട് ഇടാനുള്ള ഉടുപ്പും പാൻറ്റും മേളില്, അതിൻ്റെ അടിയിൽ വീട്ടിൽ ഇടാനുള്ള നിക്കറും ഉടുപ്പും കാണും.
എല്ലാം കരുതി വെക്കണം. ആ, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിക്കും ഇനി പോകണമെങ്കിൽ രാത്രിയാവും. അപ്പം ആ പരിപാടി ഇനി വാഷ് ബേസ് വെക്കുന്ന പരിപാടി ചെയ്തിട്ട് ദിവസം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കാമോ എന്ന് ചോദിക്കും. ആദ്യമൊക്കെ ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ തമ്മിൽ അടി കൂടും. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്കിതിന്റെ ഒന്നും പേരറിയത്തില്ല. അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഏതാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസാന് ദേഷ്യം. സെഫിന് എല്ലാ കാര്യങ്ങളും അറിയാം. ജോസാന്റെ കൂടെ നിന്ന് ഏറ്റവും ദിവസം അവൻ തന്നെ വേണമെങ്കിൽ ഒരു ഫാൻ ഇപ്പം ഫിറ്റ് ചെയ്യും. ഇവിടുത്തെ ഇത് കണ്ടിട്ട് പിറ്റേന്ന് രാവിലെ അവന്റെ മമ്മി വന്ന് പറഞ്ഞു ഇന്നലെ വീട്ടിൽ വന്നിട്ട് ഫാൻ സ്വിച്ച് ഒക്കെ ഇളക്കി തന്നെത്താൻ വീണ്ടും ഫിറ്റ് ചെയ്യുകയായിരുന്നു. ജോസൻ വഴക്ക് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്, കറണ്ട് അടിക്കും, അങ്ങനൊന്നും ചെയ്യരുതെന്ന്. കാരണം അവൻ ഇതെല്ലാം കണ്ടു പഠിച്ചിട്ട് ഇപ്പം പറയത്തില്ലേ പ്രാക്ടിക്കൽ നോളജ് എന്ന്, അങ്ങനെയുള്ള പരിപാടിയാണിപ്പോ. അപ്പൊ എന്റെ കാര്യങ്ങള് ഇവിടെ നടന്നില്ലേ പറ്റത്തുള്ളൂ. മീനച്ചാറിന്റെ പരിപാടിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് അച്ചാറിടലും നടക്കുന്നുണ്ട്. ഒന്നും സ്റ്റോക്ക് ഔട്ട് ഇല്ല കേട്ടോ. പലരും ഇപ്പോഴത്തെ ഈ പണി നടക്കുന്നത് കൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ബീഫുണ്ടോ, മീനുണ്ടോ, നാരങ്ങയുണ്ടോ, നെല്ലിക്കയുണ്ടോ, എല്ലാം സ്റ്റോക്ക് ഉണ്ട്. സമയം അനുസരിച്ച് രാത്രി ആയാലും പാതിരാത്രി ആയാലും ഞാൻ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ബിസിനസ്സും വേണം, അത് ഡൗൺ ആക്കാൻ പറ്റില്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് മാത്രം സാധനങ്ങൾ മേടിക്കുന്നവരും ഉണ്ട് കേട്ടോ. ചിലത് സ്റ്റോക്ക് ഇല്ലാതാവുമ്പോൾ ഞാൻ വേറെ എവിടുന്നേലും മേടിക്കാൻ പറഞ്ഞാൽ പോലും വേണ്ട, ബെൻസിയുടെ കയ്യിൽ ഉണ്ടെങ്കിലേ കൊണ്ടുപോകുന്നുള്ളൂ ഇപ്രാവശ്യം, അങ്ങനെ പറയുന്നവർ പോലും ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നേ. കാരണം അത്രയ്ക്ക് വേണ്ടി നമ്മുടെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ നോക്കിയാല് എങ്ങോട്ട് തിരിഞ്ഞാലും അച്ചാർ ബിസിനസ്സാണ്, എവിടെ വേണമെങ്കിലും കിട്ടും. അപ്പൊ ഇങ്ങനെ എത്രയോ എന്നെ സ്നേഹിച്ച് എന്റെ ഇത് മേടിക്കുമ്പോൾ എനിക്ക് സ്റ്റോക്ക് ഔട്ട് ആക്കാൻ പറ്റുമോ? എത്ര വിലയാന്ന് പറഞ്ഞാലും എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും എനിക്കത് റെഡിയാക്കിയല്ലേ പറ്റൂ നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പൊ എല്ലാം സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ചമ്മന്തിപ്പൊടി ഇല്ലാന്ന്, പക്ഷെ ഇപ്പം വീണ്ടും അതും സ്റ്റോക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിന്റെ പരിപാടിയായിരുന്നു. വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും വിശേഷങ്ങൾ ധാരാളമുണ്ട്. വരും വീഡിയോകളിൽ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ബൈ, ഗോഡ് ബ്ലസ് യു.